സമയത്തും ഒക്കെ ഉള്ള വിഷ്വൽസ് ഒക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാം. ഇപ്പം നമ്മൾ കണ്ടതുപോലെ ഒരാൾ ഇതുപോലെ ഹെൽമെറ്റ് ഒക്കെ ഇല്ലാതെ വന്ന് നമ്മുടെ വന്ന് ഇടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ കൊണ്ടിടിച്ചു എന്നുള്ളൊരു രീതിയൊന്നും കേൾക്കേണ്ട ആവശ്യം വരുന്നില്ല. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് ജി. ഇന്നിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നൊരു കാര്യം, അഫോർഡബിൾ ആയിട്ടുള്ളൊരു 4K ഡാഷ് ക്യാം നമുക്കൊന്ന് നോക്കിയാലോ. അതായത് അഫോർഡബിൾ എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം വേറൊന്നും കൊണ്ടല്ല, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു 4K ഫ്രണ്ട് വീഡിയോ റെക്കോർഡിങ്, ബാക്ക് 2.5K വീഡിയോ റെക്കോർഡിങ്, അഡാസ് ഫീച്ചർ, വേറെ എന്നാ വേണം, AI വരെ കിട്ടുന്ന ഡാഷ് ക്യാം ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ വേറെ നിങ്ങൾക്ക് കിട്ടത്തില്ല. സംഗതി കിടുവാണ് ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ. നമ്മളിത് ഫിറ്റ്മെൻറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്ത് വളരെ കൃത്യമായിട്ട് എങ്ങനെയുണ്ടെന്നും കൂടെ പറഞ്ഞതിന് ശേഷം മാത്രം ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയത്തുള്ളൂ. അതായത് നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിലുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയത്തുള്ളൂ. ഏതായാലും നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ വാഹനത്തിൽ നിന്ന് ഫിറ്റ് ചെയ്യാം. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Tech Explore. ഓക്കെ, നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ മാത്രം പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. ഇതൊരു പ്രോ ഡാഷ് ക്യാം ആണ്, AI വരുന്ന മോഡൽ. AR സ്പെഷ്യൽ എഫക്ട്സ് ഇതിന് കിട്ടുന്നുണ്ട്. AI ലൈസൻസ് പ്ലേറ്റ് റെക്കഗ്നൈസേഷൻ, അതായത് നമ്മുടെ നമ്പർ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ഇത് സെൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ ടൈം ലാപ്സ് വീഡിയോ റെക്കോർഡിങ്. ഇനിയാണ് ഇതിൻ്റെ മെയിൻ സ്പെസിഫിക്കേഷൻസ് പറയാൻ പോകുന്നത്. ഫ്രണ്ട് 4K വീഡിയോ റെക്കോർഡിംഗ് വരുന്നുണ്ട്, ബാക്ക് 2K വീഡിയോ റെക്കോർഡിംഗ് ആണ് വരുന്നത്. 3 ഇഞ്ച് വരുന്ന ഡിസ്പ്ലേ ആണ് വരുന്നത്. വോയിസ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും, വൈഫൈ കണക്ഷൻ ഉണ്ട്, GPS ഉണ്ട്, 24/7 മോണിറ്ററിംഗും കിട്ടുന്നുണ്ട്. അഡാസ് ഫീച്ചർ എനേബിൾഡ് ആയിട്ടുണ്ട്. അതായത് നമുക്കിതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം 24/7 എന്ന് പറയുമ്പോഴത്തേക്കും വയറിംഗ് ഹാർനസ് കിറ്റ് ഉൾപ്പെടെ, അതായത് നമുക്ക് എക്സ്ട്രാ മേടിക്കേണ്ടി വരുന്നില്ല. പല കമ്പനീസിനും ഇത് നമ്മൾ അഡീഷണൽ ആയിട്ട് വയറിംഗ് ഹാർനസ് കിറ്റ് മേടിക്കണം. പക്ഷേ ഇവിടെ വയറിംഗ് ഹാർനസ് കിറ്റ് അഡീഷണൽ ആയിട്ട് മേടിക്കേണ്ട ആവശ്യമില്ല, ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അഡാസിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഫോർവേഡ് കൊളീഷൻ വാർണിംഗ് സിസ്റ്റം കിട്ടുന്നുണ്ട്, ലെയിൻ ഡിപ്പാച്ചർ വാർണിംഗ് സിസ്റ്റം കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ഹെഡ് വേ മോണിറ്ററിംഗ് കിട്ടുന്നുണ്ട്, പിന്നെ പെഡസ്ട്രിയൽ കൊളീഷൻ വാർണിംഗും കിട്ടുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അഡാസിൻ്റെ ഫീച്ചേഴ്സിലും ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസും കൂടി ഞാനൊന്ന് പറഞ്ഞു പോകാം. 22,000 രൂപയാണ് വരുന്നത്. പക്ഷേ നിങ്ങൾ അതൊന്നും നോക്കണ്ട, കീഴിലൊരു ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് ഈ സാധനം കിട്ടുന്നതായിരിക്കും. ഇത് മാത്രമല്ല, ഇതിന് 1 വർഷത്തെ റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയും കൂടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. നമുക്കിത് പെട്ടെന്നൊന്ന് അൺബോക്സ് ചെയ്യാം. ഇതിൻ്റെ വാറണ്ടി കാർഡ്, ഒട്ടിക്കാനുള്ള സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയുണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്നതാണ് നമ്മുടെ ഡാഷ് ക്യാം. കിടു എന്ന് പറഞ്ഞാൽ കിടു. 3 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ, ക്യാമറ, ഒരു സ്വിച്ച് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്താണ് C ടൈപ്പ് ഒരു പോർട്ട് വരുന്നത്. മെമ്മറി കാർഡ് ഇടുന്ന ഈ ഒരു സൈഡിലാണ്. റിയർ ക്യാമറ കണക്ട് ചെയ്യുന്നതും ഈ ഒരു പോർഷനിൽ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ ബോക്സ് ഓപ്പൺ ആയിരിക്കുകയായിരുന്നു. പോട്ടെ, ഈ ഒരു ബോക്സിനകത്ത് വരുന്ന കാര്യം, ഒരു അലൻ കീ വരുന്നുണ്ട്, അതൊരു സ്റ്റാറും വരുന്നുണ്ട്, ഒരു അലൻ കീയും വരുന്നുണ്ട്. എന്തിനാണെന്നൊക്കെ ഞാൻ ഇപ്പോൾ പറയാം. അതുപോലെ തന്നെ മെയിൻ കാര്യമാണ് നമ്മുടെ വയറിംഗ് ഹാർനസ് കിറ്റ് വരുന്നത്. ഇതാണ് നമ്മുടെ വയറിംഗ് ഹാർനസ് കിറ്റ് വരുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 12 വോൾട്ട് വാഹനത്തിലും 24 വോൾട്ട് വാഹനത്തിലും, അതായത് ലോറി, ബസ് അങ്ങനത്തെ കാര്യങ്ങൾക്കും നമുക്കിത് സൂട്ടബിൾ ആണ്. അതാണ് 12 to 24 കൊടുത്തിരിക്കുന്നത്. സാധാരണ വാഹനത്തിൽ യൂസ് ചെയ്യാം, ബസ്സും ലോറിയൊക്കെ യൂസ് ചെയ്യാനും സാധിക്കും. പിന്നെ ഇതിൽ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് നിങ്ങൾക്കറിയാം, ഇതിന് കൃത്യമായിട്ടുള്ള ലോ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. അതായത് നിങ്ങളുടെ വാഹനത്തിൽ 24/7 ഇത് റെക്കോർഡിംഗ് നടക്കുന്നുണ്ടെങ്കിൽ പോലും ഏതെങ്കിലും രീതിക്ക് നിങ്ങളുടെ വാഹനത്തിൻ്റെ ബാറ്ററി ഡൗൺ ആകാൻ തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അന്നേരം ഈ ഒരു ഫംഗ്ഷൻ, അതായത് ഇത് കട്ട് ഓഫ് ആകുന്നതായിരിക്കും, റെക്കോർഡിംഗ് നടക്കത്തില്ല. അതൊരു സേഫ്റ്റിയുടെ പോർഷൻ തന്നെയാണ്. കാരണം നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി ഡൗൺ ആയി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്തൊരിടത്ത് യാത്ര ചെയ്യാൻ സാധിക്കത്തില്ല. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയുള്ള പ്രൊട്ടക്ഷനും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അത് പല കമ്പനീസും ചെയ്യാത്തൊരു കാര്യമാണ്. കാരണം ഈ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് യൂസ് ചെയ്യാൻ സാധിക്കും. 24/7 ധൈര്യമായിട്ട് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി ഡൗൺ ആകുമെന്ന് പേടിക്കേണ്ട. ഇനി ഇത് കണക്ട് ചെയ്യേണ്ട രീതിയും കൂടി ഞാൻ കാണിച്ചാൽ, ഇത് 3 ലൈൻസ് ആണ് വരുന്നത്. ഇതിൽ യെല്ലോ വരുന്നത് ബാറ്ററിയുടെ പോസിറ്റീവിലോട്ടാണ് വരുന്നത്. ബാറ്ററി പോസിറ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്യൂസിൽ തന്നെയാണ് കണക്ട് ചെയ്യേണ്ടത്. ഫ്യൂസിൽ ഇത് ഏറ്റവും നല്ലൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രേക്ക് ലാമ്പ് അഥവാ സ്റ്റോപ്പ് ലാമ്പിലോട്ട് കണക്ട് ചെയ്യുന്നതാണ്. മിക്ക വാഹനങ്ങളിലും എപ്പോഴും കറണ്ട് വന്ന് നിൽക്കുന്ന ഒരു പോർഷനാണ്. ആ ഒരു പോർഷനിലോട്ട് ഇത് കണക്ട് ചെയ്യുക. ഇത് ബോഡി എർത്ത് കണക്ട് ചെയ്യുക. ഇത് നമ്മുടെ ACC ലൈനിലോട്ട് കണക്ട് ചെയ്യുക. ഈ 3 ഞാൻ എൻ്റെ വാഹനത്തിലൊന്ന് കണക്ട് ചെയ്തിട്ട് ഇവനെ പെട്ടെന്ന് ഒന്ന് ഫിക്സ് ചെയ്യാം. ഫിക്സ് ചെയ്യുന്നതൊക്കെ ഞാൻ പല വീഡിയോസിലും കാണിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ പിന്നെ എടുത്ത് കാണിക്കുന്നില്ല, ഒന്ന് ഓടിച്ച് മാത്രം കാണിച്ചു പോകാം. ഇനി ഇതാണ് നമ്മുടെ റിവേഴ്സ് ക്യാമറ വരുന്നത്. റിവേഴ്സ് ക്യാമറ എന്ന് പറഞ്ഞാൽ ബാക്ക് ക്യാമറ വരുന്നത് 2.5K വീഡിയോ റെക്കോർഡിംഗ് വരുന്ന മോഡലാണ്. ഇതിൻ്റെ ലെൻസൊക്കെ നമുക്ക് കാണാൻ സാധിക്കും, നല്ല കിടുവാണ്. ഓക്കെ, അപ്പോൾ ഇവനെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതും കൂടെ ഞാൻ പെട്ടെന്ന് ടെമ്പററി ആയിട്ട് മാത്രം സെറ്റ് ചെയ്യുന്നുള്ളൂ. കാരണം ഇതൊന്ന് പരീക്ഷണം നടത്താൻ വേണ്ടിയിട്ടാണ്, ഞാനിത് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. ഫിറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് വേറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് നോക്കി ആ രീതിക്ക് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും, ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല. ആദ്യം തന്നെ ഈ ഒരു സ്റ്റിക്കർ നമ്മുടെ ഗ്ലാസ്സിലോട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഈ ഒരു ക്യാമറ ഫിക്സ് ചെയ്യുള്ളൂ. ഞാൻ പക്ഷേ ഇത് ഒട്ടിക്കുന്നില്ല, അത് വേറൊന്നും കൊണ്ടല്ല, പരീക്ഷണാടിസ്ഥാനത്തിൽ മാത്രം കാണിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇത് ഫിക്സ് ചെയ്യാതെ ഡയറക്റ്റ് ഇത് തന്നെ ഫിറ്റ് ചെയ്യുന്നത്. സ്റ്റിക്കേഴ്സ് ഡയറക്റ്റ് ഫിറ്റ് ചെയ്യുന്നതിന് കഴിഞ്ഞും ഈ ഒരു
സ്റ്റിക്കർ വെച്ചതിന് ശേഷം ഫിറ്റ് ചെയ്ത് നാളെ ഒരു സമയത്ത് ഇത് നമുക്ക് ഗ്ലാസ്സിൽ നിന്ന് പറിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ പോലും ഗ്ലാസ്സിൽ വേറെ പശയുടെ പാടോ വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു സ്റ്റിക്കർ കൊടുത്തിരിക്കുന്നത്. ഞാനിതിപ്പം ഈ ഒരു സൈഡിലോട്ടാണ് ഫിക്സ് ചെയ്യുന്നത്. നിങ്ങൾ എപ്പോഴും ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു സെൻറ്റർ പോർഷനിലോട്ട് ഫിറ്റ് ചെയ്യുന്നത്. ഞാനിത് മാറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഒരു സൈഡിൽ മാത്രം ഫിറ്റ് ചെയ്യുന്നതിൻ്റെ പ്രധാന കാര്യം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിങ്ങനെ ഒന്ന് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ആംഗിൾ സെറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ ഇത് ഊരിയെടുക്കാനും ഓപ്ഷനുണ്ട്. അതായത് ഏതെങ്കിലും ഒരു ആവശ്യത്തിന് നമുക്ക് ഈ ഒരു ഡാഷ് ക്യാമറ ഊരിയെടുക്കണം എന്നുള്ളത് ഒരു ക്ലിപ്പാണ് വരുന്നത്. ഈ ഒരു പോർഷൻ മാത്രം ഇവിടെ വെച്ചുകൊണ്ട് ഡാഷ് ക്യാം ഊരിയെടുത്ത് നമുക്ക് ഇതിനകത്ത് മെമ്മറി കാർഡ് ഇടാനോ അല്ലെങ്കിൽ വയേഴ്സ് കണക്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ഇതുപോലെ തന്നെ ഇവിടെ കണക്ട് ചെയ്തിട്ട് നമുക്ക് തിരിച്ചത് റീഫിക്സ് ചെയ്യാം. യെസ്, ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഞാനിവിടെ ക്യാമറ ഫിറ്റ് ചെയ്തു. നമ്മുടെ 2 ലൈൻസും അതിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു സി ടൈപ്പും പിന്നെ ബാക്കിലോട്ടുള്ള ലൈനും കണക്ട് ചെയ്തു. അങ്ങനെ നമ്മളിപ്പോൾ കണക്ഷനൊക്കെ കൊടുത്തിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മുടെ ഫ്രണ്ട് വിഷ്വൽ കാണുമ്പോഴത്തേക്കും ക്ലാരിറ്റി ഇല്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇത് കിടിലൻ ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ കിടിലൻ ക്ലാരിറ്റിയാണ്, ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ ടച്ച് സ്ക്രീനാണ് വരുന്നത്. ഇപ്പോഴത്തെ ഇതൊന്നും ടച്ച് അല്ല, എന്നാൽ ഇത് ടച്ചാണ് വരുന്നത്. നമുക്ക് ടച്ച് ചെയ്താൽ ബാക്കിലത്തെ സ്ക്രീൻ കാണാൻ സാധിക്കും. ഒന്നുകൂടെ പ്രസ് കഴിഞ്ഞാൽ ഫ്രണ്ടും ബാക്കും ഒന്നിച്ച് കാണാൻ സാധിക്കും. ഞാൻ മെമ്മറി കാർഡ് ഇട്ടിട്ടില്ല. വളരെ വ്യക്തമായിട്ട് ഇവിടെ 4K 2.5 കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഫോട്ടോ എടുക്കാം. ഏതായാലും ഞാൻ മെമ്മറി കാർഡും കൂടെ ഒന്ന് പെട്ടെന്ന് ഇട്ടേച്ചാൽ നമുക്കൊരു ഡ്രൈവും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാം. അപ്പോൾ നമുക്ക് ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പ് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് പറഞ്ഞു തരാം. എല്ലാം ഇവിടെ നിന്ന് തന്നെ നമുക്ക് ടച്ച് ചെയ്ത് ആക്സസ് ചെയ്യാന്നുള്ളതാണ്. ഇനി മൈക്ക് നമുക്ക് ഓഫ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മൈക്ക് ഓഫ് ആവുന്നതായിരിക്കും. മൈക്ക് ഓഫ് ആകുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രൈവസി ആയിട്ട് നമുക്ക് വല്ല സംസാരിക്കാനുണ്ടെങ്കിൽ മൈക്ക് അങ്ങ് ഓഫ് ചെയ്യാം. ആപ്ലിക്കേഷനകത്തോട്ട് കയറി ഞെക്കി സമയം കളയേണ്ട ഒരു കാര്യം വരുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ഹോം പ്രസ് ചെയ്തുകൊണ്ട് എല്ലാം കാര്യങ്ങളും അഡാസ് ഓൺ ചെയ്യുക ഓഫ് ചെയ്യുക കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സിസ്റ്റത്തിൽ എന്തെങ്കിലും സെറ്റിംഗ്സോ കാര്യങ്ങളൊക്കെ ഇപ്പോൾ 4K 2.5 മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്രണ്ട് വേണ്ടത് 4K 2.5 മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഫ്രണ്ട് 4Kയും ബാക്ക് ഫുൾ HD മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് തന്നെ വളരെ കൃത്യമായിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും. 2.5 ഫ്രണ്ട് 2.5ഉം ബാക്ക് 1080, ഇനി 2 ഫുൾ HD മതിയെങ്കിൽ അങ്ങനെ ഇങ്ങനെ ഒരുപാട് സെറ്റിംഗ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് ഏതൊരു മോഡിലോട്ട് സെറ്റ് ചെയ്യണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതൊക്കെ നല്ല കിടുവായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഡ്രൈവ് ചെയ്ത് നോക്കി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാൻ ഡ്രൈവ് ചെയ്യുന്നത് ഫ്രണ്ട് 4Kയും ബാക്ക് 2.5Kയിലുമാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് ആ ഡ്രൈവിംഗ് എക്സ്പീരിയൻസും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പം വളരെ വ്യക്തമായിട്ട് ഫ്രണ്ടും ബാക്കും വിഷ്വൽസ് കാണാൻ സാധിക്കും. ഞാൻ സ്ഥിരം റെക്കോർഡ് ചെയ്യുന്ന അതേ റൂട്ട് തന്നെയാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങി മെയിൻ റോഡിലോട്ട് പോകുന്ന അതേ റൂട്ട് തന്നെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇവിടെ എന്തോ ഫംഗ്ഷൻ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഇത്രയധികം വാഹനങ്ങൾ ഇവിടെ കിടക്കുന്നത്. ഇന്നൊരു ഞായറാഴ്ചയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതായാലും ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും. എങ്ങനെയുണ്ട് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടെ ഞാനിന്ന് വളരെ കൃത്യമായിട്ട് ഷെയർ ചെയ്യും. അതായത് ഇന്നിപ്പോൾ ഈ ഒരു വെയിലത്ത് നമ്മൾ പോകുന്ന സമയത്തും രാത്രിയുള്ള വിഷ്വലും, ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും മെയിനായിട്ട് നോക്കാൻ പോകുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അഡാസ് ഫീച്ചർ നമ്മൾ ഓണാക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് 2.5Kയും ബാക്ക് 2.5Kയും ആ ഒരു റെക്കോർഡിങ് മാത്രം നമുക്ക് അഡാസ് ഫീച്ചർ ഇതിനകത്ത് വർക്ക് ചെയ്യിക്കാൻ സാധിക്കുന്നുള്ളത്. എന്താണെന്ന് എനിക്ക് അറിയില്ല, അത് അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു എൻ്റെ സെറ്റിംഗ് പോകുന്നത്. ഇനി അഡാസ് വേണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് 4Kയും ബാക്ക് 2Kയും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ആ രീതിക്കാണ് ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത്. ഫ്രണ്ട് 4K ആണ്, അതായത് അഡാസിൻ്റെ ഇത് വർക്കിംഗ് നടക്കത്തില്ല എന്നെനിക്ക് തോന്നുന്നു, കാരണം കാലിബ്രേഷൻ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഏതായാലും മെയിനായിട്ടൊരു ഡാഷ് ക്യാമിൻ്റെ പർപ്പസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ പറയുന്ന പോലെ ക്ലാരിറ്റി, നമ്പർ പ്ലേറ്റ്, ഈ 2 കാര്യങ്ങളാണ് മെയിനായിട്ട് ഞാനിപ്പോൾ നോക്കുന്നത്. കാരണം കുറച്ചൊരു പ്രൈസ് നമ്മൾ മുടക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ എന്ന് വളരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കണം. ഏതായാലും ഈ ഡ്രൈവിൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും വാഹനങ്ങൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്നതും ബാക്കിൽ നിന്ന് വരുന്ന വാഹനങ്ങളുടെയൊക്കെ നമ്പർ പ്ലേറ്റ്സ് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതും കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി അഡാസിൻ്റെ ഫീച്ചറും കൂടി ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഡ്രൈവ് ചെയ്യാം. അത് ഈ ഒരു ഡ്രൈവിൻ്റെ കുറച്ച് ഭാഗം കഴിയുമ്പോഴത്തേക്ക് ഞാൻ അതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അഡാസിൻ്റെ കാലിബ്രേഷനാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ഫ്രണ്ടിലത്തെ ലൈന്, ഫ്രണ്ടിൽ ഈ റെഡ് ലൈൻ കൊടുത്തിരിക്കുന്ന ഏതൊരു പോർഷനിൽ വരുന്ന സമയത്ത് നമ്മൾ അലേർട്ട് തരണം എന്നുള്ളതാണ് ആ റെഡ് ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലോട്ടോ താഴോട്ടോ ഒക്കെ മാറ്റാൻ സാധിക്കും. അത് നമുക്ക് സെറ്റ് ചെയ്തിട്ട് സേവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ അഡാസ് ഫീച്ചർ ഓൺ ആക്കിയിരിക്കുക. ഈ വരുന്ന വാഹനങ്ങളൊക്കെ ഡിറ്റക്റ്റ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചോണം, കണ്ടോ, നമ്മുടെ ലൈൻസും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്. ഓരോരുത്തരും ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ആ പച്ച ലൈൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. കണ്ടോ, എല്ലാവരും ഇത് ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് AI-യുടെ ഗുണം. അപ്പം നേരത്തെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഫീച്ചർ കിട്ടിയിട്ടില്ലായിരുന്നു. ഇനി സംഗതി പൊളിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പം ഇവൻ എല്ലാം നമ്പർ പ്ലേറ്റ്സും സെൻസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മളോട് ശ്രദ്ധിക്കാനും പറയുന്നുണ്ട്. ഓരോ വാഹനങ്ങളും ഇവൻ ഇങ്ങനെ ശ്രദ്ധിച്ച് അതെനിക്ക് അതിനകത്ത് ബോക്സ് പോലെ കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ രസമായിട്ട് എനിക്ക് തോന്നുന്നു, ഒരു രക്ഷയില്ല.
കിടുവായിട്ട് തന്നെ നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ സംഗതി എനിക്ക് ഇതിൽ കണ്ടിട്ട് ഭയങ്കര ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഫീച്ചറായിട്ട് തന്നെയാണ് തോന്നിയിരിക്കുന്നത്. ഇപ്പം ഞാൻ അടുത്തോട്ട് ചെല്ലുന്ന സമയത്ത് ശ്രദ്ധിക്കുക എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് ഇത് പറയുന്നുണ്ട്. 3 മിനിറ്റിലോട്ട് ഞാൻ ലൂപ്പ് റെക്കോർഡിംഗ് മാറ്റിയിട്ടുണ്ട്. ലൂപ്പ് റെക്കോർഡിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വരുന്ന റെക്കോർഡിങ്ങിനെയാണ് ലൂപ്പ് റെക്കോർഡിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല നമുക്കിത് ഇറേസ് ചെയ്ത് കളയും. അതായത് നമ്മുടെ മെമ്മറിയുടെ ഫുൾ ആകുന്നതിനനുസരിച്ച് അതിൻ്റെ ആദ്യം ചെയ്ത വീഡിയോസ് തൊട്ടുള്ള ഡിലീറ്റ് ആയി പോകുന്നതിനെയാണ് ലൂപ്പ് റെക്കോർഡിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ലൂപ്പ് റെക്കോർഡിംഗ് ഞാൻ 3 മിനിറ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ ഫയൽസും 3 മിനിറ്റ് വെച്ച് നമുക്ക് റെക്കോർഡിംഗ് കിട്ടുന്നതായിരിക്കും. ഞാൻ ആദ്യത്തെ വീഡിയോ ചെയ്തിരിക്കുന്ന 4K ആണ്. നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ആദ്യത്തെ, അതായത് ഇതിൻ്റെ ഫസ്റ്റ് പോർഷൻസിൽ നമ്മൾ കാണുന്ന എല്ലാം 4K വീഡിയോ റെക്കോർഡിംഗ് ആണ്. ഇപ്പോൾ കാണുന്ന എല്ലാം ഫ്രണ്ട് 2.5Kയും ബാക്ക് 2.5K റെക്കോർഡിംഗ് ആണ് കാണുന്നത്. വിത്ത് അഡാസ് ഫീച്ചർ ആണ്. ഏതായാലും കിടു എന്ന് പറഞ്ഞാൽ കിടുവായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ എടുക്കുന്നത് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഹോം ബട്ടൺ പ്രസ് ചെയ്യുക, സിസ്റ്റം എടുക്കുക, അതിൽ നേരെ നമ്മൾ സ്ക്രോൾ ചെയ്ത് വൈഫൈ ഇൻഫോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഈ കൊടുത്തിരിക്കുന്നതാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. ഇതാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ. ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് നമ്മുടെ ഫോണിലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഫോണിൽ നിന്ന് സ്കാൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ആപ്ലിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അത് ഡൗൺലോഡ് ചെയ്തെടുക്കണം, പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഈ കാണുന്നതാണ് ഇതിൻ്റെ ആപ്പ് എന്ന് പറയുന്നത്, പാസിൻസിൻ്റെ പേര്. ഇത് ഓപ്പൺ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്കിത് കണക്ട് ചെയ്യാം. അപ്പോൾ കണക്ട് ചെയ്യാൻ നേരത്ത് ഫോണും ഇതുമായിട്ട് വൈഫൈയിൽ കണക്റ്റഡ് ആയിരിക്കണം. വൈഫൈയുടെ പാസ്വേഡ് 1 to 8 ആണ് വരുന്നത്. ഞാനിത് കണക്ട് ചെയ്തു. ഇനി ഇപ്പോൾ ഇത് കാണുന്ന നിങ്ങൾ ശ്രദ്ധിച്ചോണം. അപ്പോൾ അത് കണക്റ്റ് ആയിട്ടുണ്ട്. എനിക്ക് ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും വിഷ്വലെല്ലാം വളരെ വ്യക്തമായിട്ട് കാണാം. ഇതിപ്പോൾ ഫ്രണ്ടാണ് നമ്മൾ കാണുന്നത്. ഇതൊന്ന് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിലത്തെ വിഷ്വലും ഇവിടെ തന്നെ കാണാൻ സാധിക്കും. ബാക്കിലത്തെ വിഷ്വൽ ഓക്കെ. എന്നിട്ട് ഇതിനകത്ത് നമുക്ക് ഫയൽസൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ക്യാമറ ഫയൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം ക്യാമറ ഡിസേബിൾ ആകുകയാണ് ചെയ്യുന്നത് നമ്മൾ വീഡിയോയിലോട്ട് പോകുന്ന സമയത്ത്. ഇപ്പം പ്ലീസ് ഓപ്പറേറ്റ് ഓൺ ദ മൊബൈൽ ആപ്പ് എന്ന് പറഞ്ഞ് വളരെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. നേരെ നമ്മുടെ ക്യാമറ ഫയൽസിലോട്ട് വരും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്തിരിക്കുന്ന റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പം ഫ്രണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതേ ഫ്രണ്ട് എനിക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഇത് ലൈവല്ല, റെക്കോർഡ് ചെയ്തിരിക്കുന്നതാണ്. ഇനി ലൈവ് കാണണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഈ കാണുന്നതാണ് ലൈവ്. ഇതിപ്പോൾ ലൈവ് റെക്കോർഡിംഗ് ആണ്. ഇനി ഈ ഒരു റെക്കോർഡിങ്ങിൽ നമുക്ക് പോകാം. ഓക്കെ, അപ്പോൾ അതായത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. AI-യുടെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് അതിൽ കാണാൻ സാധിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കും. ഇതിപ്പോൾ സമയം ഏകദേശം 4 മണി ആയിട്ടുണ്ട്. അപ്പോൾ 4 മണിയിലത്തെ ആ ഒരു എന്നാ പറയുന്നത് വെട്ടക്കുറവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇനി AI-യുടെ വർക്കിംഗ് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. അത് വാഹനം വരുന്ന സമയത്തും ഒക്കെ ഉള്ള വിഷ്വൽസൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാം. ഇപ്പം നമ്മൾ കണ്ടതുപോലെ ഒരാൾ ഇതുപോലെ ഹെൽമെറ്റൊക്കെ ഇല്ലാതെ വന്ന് നമ്മുടെ വന്ന് ഇടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കൊണ്ടിടിച്ചു എന്നുള്ളൊരു രീതിയൊന്നും കേൾക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതുപോലൊരു ഡാഷ് ക്യാം നമുക്ക് ഉണ്ടെങ്കിൽ തന്നെ അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഇതിനകത്ത് GPS വരുന്ന നമുക്ക് ടൈം കാര്യങ്ങളൊക്കെ കൃത്യമാക്കാൻ വേണ്ടി, ടൈം ഡേറ്റ് കാര്യങ്ങൾ കൃത്യമാക്കാൻ വേണ്ടി. കാരണം ഏതെങ്കിലും രീതിക്ക് നമ്മളിത് ഡിസ്കണക്ട് ചെയ്തെന്ന് പറഞ്ഞാലോ അങ്ങനെയൊക്കെ ചെയ്താൽ പോലും GPS-ൻ്റെ ഹെൽപ്പ് കൊണ്ട് ഇതിൻ്റെ ടൈമും ഡേറ്റും ഒക്കെ കൃത്യമായിട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ അഡാസിൻ്റെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും ഫ്രണ്ടിലത്തെ വാഹനങ്ങൾ, എല്ലാ വാഹനത്തിലും ഇവൻ ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട്, ഡിസ്റ്റൻസും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫോണിലെ വിഷ്വലും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഓരോ വാഹനത്തിൻ്റെയും ഡിസ്റ്റൻസ് വളരെ കൃത്യമായിട്ട് ഇവിടുന്ന് അത് നോട്ട് ചെയ്യുന്നുണ്ട്. ഇത്ര ഡിസ്റ്റൻസിലാണ് ഈ ഓരോ വാഹനങ്ങളും നിൽക്കുന്നതെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അത് കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ചുകൂടെ ഒന്ന്, ഇതിപ്പോൾ ഒരു കൺജസ്റ്റഡ് ആയ ഒരു ട്രാഫിക് ആയതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ട്രാഫിക് കുറച്ചുകൂടെ ഒന്ന് ഫ്രീ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും. യെസ്, ഓക്കെ. അങ്ങനെ ഇപ്പം രാത്രിയിലത്തെ വിഷ്വൽ എടുക്കാൻ വേണ്ടി കൃത്യസമയം 9:21 ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അകത്തെ വെട്ടം ഈ ഒരു ലൈറ്റ് ഇട്ടതിൻ്റെയാണ്, അല്ലാതെ വെട്ടമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും ഡ്രൈവ് എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്ഥിരം വഴി തന്നെ നമ്മൾ പോവുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടെന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും നിങ്ങൾക്ക്. ഞാനിപ്പോൾ ഫ്രണ്ടും ബാക്കും വിഷ്വൽ ഇട്ടേക്കാം. അതുപോലെ തന്നെ ഇതിനകത്ത് ഇപ്പോൾ അഡാസിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ആ നീല കാണിച്ചിരിക്കുന്നത് ഇവിടെ വഴി ഇല്ലാത്തതുകൊണ്ട്, മീൻസ് രണ്ട് സൈഡിലും അങ്ങേറ്റം ഇങ്ങേറ്റം ലൈൻസ് വരച്ചിട്ടുള്ളതുകൊണ്ടാണ്. എന്നാൽ കറക്റ്റ് ലൈനുള്ള റോഡുകളിൽ ഇപ്പോൾ ഈ റോഡിലോട്ടൊക്കെ വരുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാം സിംഗിളേ കാണിക്കത്തുള്ളൂ. അതായത് ഇത്രയും പോർഷൻ നമുക്ക് പോകേണ്ട കറക്റ്റ് വഴി അത് കറക്റ്റ് കാണിക്കുന്നുണ്ട്. ഓരോ വാഹനങ്ങളും സ്പെസിഫൈ ചെയ്ത് ഇന്ന സ്ഥലത്ത് വാഹനം ഉണ്ടെന്നുള്ളതും വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിഷ്വലിൻ്റെ ഔട്ട് നോക്കിയാലേ എനിക്ക് കൃത്യമായിട്ടുള്ളൊരു കാര്യം പറയാൻ പറ്റത്തുള്ളൂ. ഏതായാലും നോക്കാം. ഫ്രണ്ട് 2.5K വീഡിയോ റെക്കോർഡിങ്ങും ബാക്ക് 2.5K വീഡിയോ റെക്കോർഡിംഗ് ആണ് നടക്കുന്നത്. ഇനി നിങ്ങൾ 4K വീഡിയോ റെക്കോർഡിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഫ്രണ്ട് 4Kയും ബാക്ക് 2.5Kയും ആക്കാൻ സാധിക്കും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡാസ് ഫീച്ചർ വർക്ക് ചെയ്യത്തില്ല. അങ്ങനെ ഒരു ഡ്രോബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം, എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ക്ലാരിറ്റി വൈസ് 2.5K വലിയ മോശമല്ല. 4K ഇട്ടാൽ ഉള്ളൊരു കുഴപ്പം എനിക്ക് തോന്നിയത് നല്ല സൈസാണ് കേട്ടോ ഫയൽ.
ഫയൽ സൈസ് ഭയങ്കര കൂടുതലല്ല, അത്രയും ക്ലാരിറ്റിയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ക്ലാരിറ്റിയിലും യൂസ് ചെയ്യാൻ സാധിക്കും. പ്രോണോണിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ സപ്പോർട്ട് കിടുവാണ്. കാരണം കസ്റ്റമർ സപ്പോർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഏത് സമയത്തും നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഇവരുടെ വാട്സാപ്പ് നമ്പറിൽ നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എനിക്ക് പല സംശയങ്ങൾ ഇത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് തോന്നിയായിരുന്നു. അതെല്ലാം ഞാൻ ചോദിച്ച് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഈ വീഡിയോക്കകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ്സ് ഇടാൻ സാധിക്കുന്നതാണ്. വെട്ടയില്ലാത്ത വഴി കൂടെ വരുമ്പോൾ അവസ്ഥയും കൂടെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റോഡും കൂടെ നമ്മൾ പോരുന്നത്. അപ്പം നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും വെട്ടയില്ലാത്ത ഈ ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെയുണ്ടെന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വഴിയും കൂടെ വന്നത്. കാരണം സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്ത പോർഷൻസിലൊക്കെ ആണെങ്കിലും നമുക്ക് എങ്ങനെയുണ്ടെന്ന് മനസ്സിലാവും. അങ്ങനെ ഓവറോൾ പറയാനാണെങ്കിൽ കിടു എന്ന് പറഞ്ഞാൽ കിടു തന്നെയാണ്. കാരണം ഈ പറയുന്നൊരു പ്രൈസ് റേഞ്ചിങ്ങിൽ ഫ്രണ്ട് 4K ബാക്ക് 2.5K, അതുമാത്രമല്ല അഡാസ് ഫീച്ചർ കിട്ടുന്നുണ്ട്, GPS വരുന്നുണ്ട്, 256 GB സപ്പോർട്ട് ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങൾ കിട്ടുന്ന ഈ ഒരു ടൈപ്പ് ഡാഷ് ക്യാം വേറെ നിങ്ങൾക്ക് കിട്ടില്ല, 100% ഉറപ്പ്. ഏതായാലും സംഗതി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.